Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സോറോ ആണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവന്റെ സ്ക്വാഡ് എടുത്ത് ഇപ്പോ ആ ഒരു നെറ്റിൽ ആഞ്ഞു വെട്ടി അത് തകർത്ത് അവരെല്ലാവരും പുറത്തേക്ക് വരും. അവര് ചുറ്റും നോക്കും, പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ലൂഫി ആണെങ്കിൽ ഉച്ചത്തിൽ ആരാണ് അവിടെ നിലവിളിച്ചതെന്ന് ചോദിക്കും. ആ സമയം ഞാൻ ഇവിടെയാണ്, എന്നെ രക്ഷിക്കുമെന്ന് ഒരു ശബ്ദം വീണ്ടും കേൾക്കും. അത് കേട്ട് ലൂഫിയും നമ്മുടെ ആൾക്കാരും എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് തലയുയർത്തി നോക്കും. അപ്പൊ അവര് കാണും സാക്ഷാൽ ചോപ്പറിനെ. നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരാളെ കൂടെ നമ്മുടെ ടീമിൽ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ചോപ്പറിനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അത്രയും പേരെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അവൻ ചങ്ങലയെ ലോക്ക് ചെയ്ത കാര്യം ഓർക്കാതെ ഉഷാറായിട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് ഓടി വരും. അടുത്ത നിമിഷം ചങ്ങല അങ്ങനെ പുറകിലേക്ക് വലിഞ്ഞ് അവൻ അടിച്ച് താഴേക്ക് വീഴുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നിന്നെ ആരാണ് ഇപ്രകാരം ലോക്ക് ചെയ്തിട്ടത്? നീ എങ്ങനെ ഇവിടേക്ക് എത്തി? അതിന് ചോപ്പർ പറയും, എനിക്കൊന്നും ഓർമ്മയില്ല. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ ഈ ചങ്ങലയിൽ അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. കഴുത്തിൽ ഈ ഒരു വലിയ കോളറും ഉണ്ട്. എനിക്കത് മോചിപ്പിക്കാനോ ഇതിൽ നിന്ന് പുറത്തു വരാനോ കഴിയുന്നില്ല. ഒരു സമയമായി സഹായത്തിനു വേണ്ടി ഞാൻ നിലവിളിച്ചു കൊണ്ടേയിരിക്കുന്നു. ആരും ഇവിടേക്ക് വന്നില്ല. ഉടനെ സോറോ ആണെങ്കിൽ ചാടി അവന്റെ അടുത്തേക്ക് വരും. നീ ടെൻഷൻ ആവണ്ട, ആ ഒരു ചെങ്ങല ഞാൻ രണ്ടായിട്ട് വെട്ടിമുറിക്കുന്നു പറഞ്ഞ് അവന്റെ മുഖത്തിന് നേരെ സ്വാഡ് അങ്ങനെ നീട്ടുകയാണ്. അത് കണ്ട് ചോപ്പറിനാണെങ്കിൽ ടെൻഷൻ കൂടുകയാണ്. ഓൾറെഡി അവൻ ഭയന്നിരിക്കുകയാണ്. അതിന്റെ കൂടെ ആ സ്വാഡ് അവന്റെ തൊട്ട് മുൻപിൽ കൊണ്ടുവന്ന് വെച്ച അവന്റെ പേടി അത് 10 മടങ്ങാവും. നമ്മുടെ നാമിയാണെങ്കിൽ ഒരു പെരുങ്കള്ളി ആയതുകൊണ്ട് തന്നെ ഏത് ലോക്കും അവൾ ഈസി ആയിട്ട് അഴിക്കും. സോ കോളറിലുണ്ടായിരുന്ന ആ ഒരു ലോക്ക് അഴിച്ച് അവൾ ചോപ്പറിനെ സ്വതന്ത്രനാക്കും. ചോപ്പറിനാണെങ്കിൽ ഇതിനായതിൽ ഒരുപാട് സന്തോഷം. അവനങ്ങനെ ചാടി വന്ന് നാമിയുടെ ദേഹത്ത് കയറി പൊട്ടിക്കരയാണ്. താങ്ക് യു വെരി മച്ച്. അതിനവൾ പറയും, നീ ഇപ്പോൾ എനിക്ക് കടമപ്പെട്ടിരിക്കുകയാണ്. സോ ഞാൻ പറയുന്ന സമയത്ത് പറയുന്ന സഹായം ഇതിന് പ്രത്യുപകാരമായിട്ട് നീ എനിക്ക് ചെയ്തു തരണം. അത് കേട്ട് അവനാണെങ്കിൽ ഒന്ന് ഞെട്ടും. അതിനുശേഷം വേറെ വഴിയില്ലാതെ തലയാട്ടി അത് ആക്സെപ്റ്റ് ചെയ്യാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ചുറ്റും നോക്കും. ആ തയ്യൽ മെഷീൻ അത് ജയൻസുകൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ വലുതാണ്. അവർ തയ്ച്ച് വെച്ചിരിക്കുന്ന ഡ്രസ്സ് അത് വളരെയധികം മോഡേണും ഡിഫറൻറ്റുമാണ്. അവരാണെങ്കിൽ ആ ഡ്രസ്സുകളൊക്കെ ചെക്ക് ചെയ്യാണ്. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഉടുപ്പുകൾ, ജയന്റ് ഉടുപ്പുകളെല്ലാം തന്നെ വലിയ മാനിക്വീൻസിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേസമയം ഇവിടെ ലൂഫി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ബ്ലോക്സുകളിൽ തുള്ളി കളിക്കുമ്പോൾ ഒരു വലിയ ജയന്റ് ശബ്ദം കേട്ട് എഴുന്നേറ്റ് വരും. പക്ഷെ അവരാണെങ്കിൽ അവിടെ ഒരു ജയന്റ് ഉണ്ടായിരുന്ന കാര്യം തിരിച്ചറിയാതെ പോവും. സാഞ്ചി ആണെങ്കിൽ ലൂഫിയോട് പറയും, ആ ഒരു മൊയലിനെ കൊന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കും കൂടെ അല്പം ആ തീയിൽപ്പെട്ട് ഉരുകിയിരുന്നു. അതുകൊണ്ടാണ് ഒരു ബാഡ് സ്മെല്ല് വന്നത്. മാത്രമല്ല ഈ ഒരു ചെറിയ സ്ഥലം അത് വലുതാക്കി കാണിക്കാൻ ഒരുപാട് മിററും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കേട്ട് ലൂഫി പറയും, ഓ അപ്പൊ ഞാൻ മിററിലാണോ പോയി ഇടിച്ചത്? അത് കേട്ട് സാഞ്ചി ഷോക്കാവുകയാണ്. ആ ഒരു മിറർ റൂമിന്റെ അകത്തുള്ള കാര്യങ്ങള് അതെല്ലാം വളരെ ഡിഫറെന്റ് ആയിരുന്നു. നടക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് വളരെ സുതാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ പുറത്തെന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉണ്ടായിരുന്നില്ല. സാഞ്ചി ആണെങ്കിൽ നാമിയോട് ചോദിക്കും, ഒരു ദിവസം ഞാൻ ഗേൾസ് റൂം ക്ലീൻ ചെയ്യട്ടെ. അവിടെ ആണെങ്കിൽ എന്തിനാണെന്ന് ചോദിക്കും. അതിൽ സാഞ്ചി പറയും, മറ്റൊന്നിനുമല്ല, ഈ മിറേഴ്സ് ഒക്കെ അവിടെ സെറ്റ് ചെയ്യാൻ. അത് കേട്ട് നാമി ആണെങ്കിൽ കറങ്ങി വന്ന് അവന്റെ മുഖത്തൊരു കിക്ക് കൊടുത്ത്, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നീ പിന്നെ ബാക്കി ഉണ്ടാവില്ലെന്ന് പറയും. ഇവിടെ സോറോ ആണെങ്കിൽ ആ ഒരു സ്ഥലം മുഴുവൻ നോക്കി നമ്മുടെ ആൾക്കാരോട് പറയും, ഏതോ ഒരു ലൂസായിട്ടുള്ള അഹന്തൻ ജയന്റാണ് ഇതുണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് മനുഷ്യരെയും അതുപോലെ തന്നെ കുറച്ച് മൃഗങ്ങളെയൊക്കെ വെച്ച് ബ്ലോക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വേൾഡ് അവൻ ക്രിയേറ്റ് ചെയ്തു. എന്തായാലും ഇത് കൊള്ളാം. ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നമ്മൾ ജയൻസിന്റെ ആ എൽബോഫിലേക്ക് അവിടേക്ക് എത്തിയിട്ടുണ്ടാവും ചോദിക്കും. അപ്പൊ ദൂരത്തായിട്ട് ഒരു ജയന്റ് പക്ഷി അത് നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ പാനിക്കായിട്ട് നിൽക്കുമ്പോൾ ലൂഫി മാത്രം അവിടെ കണ്ട കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വളരെയധികം ഹാപ്പി ആയിട്ട് നിൽക്കും. ഇപ്പൊ ക്യാമറ അങ്ങനെ താഴേക്ക് കാണിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് ജയൻസ് നമ്മുടെ ആൾക്കാരെ തന്നെ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഏതോ ഒരു ജയന്റിന്റെ റൂമിലാണ് അവരിപ്പോൾ പെട്ടിരിക്കുന്നത്. അതാരാണെന്ന് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം ഇവിടുന്ന് പുറത്തേക്ക് പോകണം. അവരാണെങ്കിൽ ആ കാര്യം പരസ്പരം പറയും. പുറത്തേക്ക് എത്തിക്കിട്ടിയ നമ്മൾ രക്ഷപ്പെട്ടു. അതിരിക്കട്ടെ നമ്മുടെ ബാക്കിയുള്ള ഫ്രണ്ട്സ് അവര് എവിടെയായിരിക്കും ചോദിക്കും. അതിനാർക്കും മറുപടിയില്ല. ഓക്കെ, ആ ഒരു കിർക്കൻ ജയന്റ് അവനിവിടേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നോക്കാമെന്ന് പറയും. ഉത്സവപ്പാണെങ്കിൽ മറ്റൊരു സജഷൻ അവർക്ക് കൊടുക്കും, നമുക്ക് മുൻപ് കണ്ട ടൗണിലേക്ക് പോയി അവിടുന്ന് തന്നെ മാക്സിമം ഇൻഫർമേഷൻ അത് കളക്ട് ചെയ്യാം. ഉസോപ്പാണെങ്കിൽ കാര്യമായിട്ട് പറയും, ഒരു കാരണവശാലും ഒരു ജയന്റിന്റെ മുൻപിൽ ചെന്ന് പെടാനായിട്ട് പാടില്ല. വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് പറയുമ്പോൾ ആ മോൺസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരികയാണ്. സോപ്പാണെങ്കിൽ പതിയെ ടേൺ ചെയ്ത് നോക്കും. വലിയൊരു ജയന്റ് പാമ്പ് അവന്റെ തൊട്ടു പുറകിൽ. അത് കണ്ട് അവന്റെ പ്രാണം പോകും. ഓ നോ, കാര്യം കൈവിട്ടു പോയെന്ന് പറഞ്ഞ് ഉസോപ്പാണെങ്കിൽ ഭയന്ന് നിൽക്കുമ്പോൾ ഇവിടെ ലൂഫി ആണെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. നമ്മുടെ ആൾക്കാർ ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് മോൺസ്റ്റേഴ്സ് അങ്ങനെ വരിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ എലികളാണെങ്കിൽ ഇപ്പൊ പതിയെ സ്മെല്ലൊക്കെ ചെയ്ത് മുകളിലേക്ക് കയറി വരാനായിട്ട് തുടങ്ങും.
അടുത്തതായിട്ട് വലിയൊരു കാക്ക അതാണെങ്കിൽ പറന്നു വരികയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കും സൺഗോഡ് ടെമ്പിളിന്റെ സോൾജിയേഴ്സ് എന്ന് ആ ഒരു ബുള്ളറ്റ് മാൻ പറഞ്ഞത് ഇവരെയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ കൂളായിട്ട് നിൽക്കും. അവനാണെങ്കിൽ അവസാനമായിട്ട് പറഞ്ഞത് ആ സോൾജിയേഴ്സിന്റെ കയ്യിൽ പെട്ടുപോയ പിന്നെ ആരും ബാക്കി ഉണ്ടാവില്ല എന്നാണ്. അത് മറ്റുള്ളവരുടെ കഥ. നമ്മുടെ ആൾക്കാർ വേറെ ലെവലാണ്. അവരാണെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ ടെററായിട്ട് നിൽക്കും. ഉസോപ്പാണെങ്കിൽ ലൂഫിയെ നോക്കി പറയും, ഇനി ഒന്നും ചെയ്യാനില്ല, എത്രയും വേഗം അതിനെ തല്ലിക്കൊല്ല്. ഓൾറെഡി ഒരു മൊയലിനെ നീ ചുട്ടു തിന്നതല്ലേ, അതുപോലെ ഇവറ്റകളെ കൂടെ നീ എങ്ങനെയെങ്കിലും തിന്നാനായിട്ട് പറയും. അപ്പോ അവർ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു റൂം കാണിക്കും. അതാണെങ്കിൽ ഒരു നീണ്ട റൂമാണ്. അതിന്റെ ഡോറിന് പുറത്തായിട്ട് വലിയൊരു ജയന്റ് ആണെങ്കിൽ അവരെ ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു വരികയാണ്. ഒരുപാട് മുടിയൊക്കെ അങ്ങനെ നീട്ടി ഫേസ് ഹൈഡ് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക തരം സ്കള്ളൊക്കെ വെച്ച് കവർ ചെയ്ത് അങ്ങനെ നടന്നു വരികയാണ്. ഉസോപ്പാണെങ്കിൽ വിളിച്ചു പറയും, സൺഗോഡ് അവൻ വരുന്നതിന് മുൻപ് നമുക്ക് ഇവറ്റകളിലൊക്കെ കഥ കഴിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അത് കേട്ട് ലൂഫി ആണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, അത്രയുള്ളൂ, അത് ഈസിയായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ ഹോക്കി പവർ റിലീസ് ചെയ്യും. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ഫസ്റ്റിലേക്കോ സെക്കൻഡിലേക്കോ പോവാതെ 5th ഗിയറിലേക്ക് പോയി അവിടെ മുഴുവൻ റബ്ബർ പോലെയാക്കി മാറ്റി അങ്ങനെ അവിടെ കിടന്ന് ചാടി തുള്ളാനായിട്ട് തുടങ്ങും. ആദ്യത്തെ അവന്റെ ലക്ഷ്യം കാക്കയാണ്. അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ലൂഫി ആണെങ്കിൽ ചാടി അതിന്റെ നേർക്ക് പോകും. ആ പാമ്പാണെങ്കിൽ ഇടയിലേക്ക് വന്ന് ലൂഫിയെ കടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് അതിന്റെ പല്ലി പിടിച്ച് വലിച്ച് കറക്കി എറിയാണ്. അത് തെറിച്ചു പോയി അടുത്തുണ്ടായിരുന്ന ടേബിളിൽ ചെന്ന് വീഴും. അതിലുണ്ടായിരുന്ന തുണിയാണെങ്കിൽ ആ ഒരു എത്തിക്കൊണ്ടിരുന്ന ദ്വീപത്തിൽ തട്ടി തീ അങ്ങനെ ആളി പടരുകയാണ്. അതേസമയം പുറത്ത് ആ ജയന്റ് ആണെങ്കിൽ ഓരോരോ ഡോറുകളായിട്ട് തുറന്ന് അകത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ലൂഫി ആണെങ്കിൽ ആ പാമ്പിന്റെ വായുടെ ഉള്ളിലേക്ക് പോകും, പുറത്തേക്ക് ചാടും. അങ്ങനെ പാമ്പിന്റെ വായിൽ പെട്ടുപോവാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാമ്പിനാണെങ്കിൽ ഭ്രാന്ത് കയറി ചത്താ മതിയെന്നാവും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സാഞ്ചി അവനാണെങ്കിൽ ക്യാഷ്ലായിട്ട് സിഗരറ്റ് വലിക്കുമ്പോഴായിരിക്കും ഒരു എലി അവന്റെ നേർക്ക് ചാടി വരിക. സിഗരറ്റ് അങ്ങനെ വലിച്ച് പഫെടുത്ത് അവനാണെങ്കിൽ കറക്കി കാലും മടക്കി ആ ഒരു എലിക്കൊരു ചവിട്ട് വെച്ചു കൊടുക്കും. ഒരൊറ്റ ചവിട്ടി തന്നെ ഫ്ലാറ്റായി തെറിച്ചു പോയ എലിയെ വിടാതെ സാഞ്ചി പറന്നു എന്ന് അതിനെ അട്ടിച്ച് വീഴ്ത്തുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ഉസോപ്പും നാമിയും രണ്ടുപേരും പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുമ്പോഴായിരിക്കും നാമി ദൂരത്തായിട്ട് ഒരു എക്സിറ്റ് പോലെ എന്തോ ഒന്ന് കാണുക. അവൾക്കാണെങ്കിൽ അവിടെ എന്തോ ഒരു ട്രഷർ ഉണ്ടെന്നും കൂടെ തോന്നുകയാണ്. അവളങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ ചെക്കന്മാരാണെങ്കിൽ ആ കാക്കയെ അതിനെ പിടിച്ച് വലിച്ച് ടേബിളിൽ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ ഇപ്പൊ ടേബിൾ തകരും. ഇവിടെ ഉസോപ്പാണെങ്കിൽ എന്തോ ഒന്ന് കണ്ട് ഞെട്ടി ഉച്ചത്തിൽ അലർന്ന അതേസമയം ആ ജയന്റ് ആണെങ്കിൽ അവിടേക്ക് എത്തുകയാണ്. ജയന്റ് ആണെങ്കിൽ ഡോർ തുറന്ന് അവിടേക്ക് നോക്കും. അവിടെ മുഴുവനും ഇപ്പൊ നമ്മുടെ ആൾക്കാർ ഫൈറ്റ് ചെയ്ത് തകർത്തിട്ടിരിക്കുകയാണ്. തീ പിടിച്ച് ഒരു സ്ഥലം കത്തി എരിയാണ്. ഇവിടെ ഉസോപ്പാണെങ്കിൽ ഇതാണോ സൺഗോഡെന്ന് ഇപ്പൊ നാമിയോട് ചോദിക്കും. ഇവിടെ ആ ജയന്റ് ആണെങ്കിൽ ഒരുപാട് വിഷമത്തിൽ എന്റെ ടെമ്പിൾ അത് പോയിന്ന് പറഞ്ഞ് വിഷമിക്കാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ആ പാമ്പുമായിട്ട് തുള്ളിക്കളിക്കുന്ന കണ്ട ഉസോപ്പാണെങ്കിൽ വിളിച്ചു പറയും, ഓ നോ, നിങ്ങളുടെ കളി മതിയാക്ക്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ആ സൺഗോഡ് അവൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞെന്ന് പറയും. പക്ഷെ സോറയാണെങ്കിൽ പോകുന്ന വഴിക്ക് നിർത്താതെ ആ എലികളെ ഒന്നൊന്നായിട്ട് വെട്ടിയെറിയാണ്. അതിനുശേഷം അവർ ആ ഒരു കാക്കയും പൂർണ്ണമായിട്ട് തകർത്ത് താഴെയിടും. ഇത് കാണുമ്പോൾ ലൂഫിക്കാണെങ്കിൽ ആവേശം കൂടും. അങ്ങനെയാണെങ്കിൽ എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ തീർക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ പാമ്പിനെ ആഞ്ഞിട്ടിക്കുകയാണ്. ലൂഫിയുടെ പഞ്ചില് പാമ്പിന്റെ ബോഡിയിലൂടെ കൈ കടന്നുപോയി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണ്. ലാമിയാണെങ്കിൽ ആക്രമണത്തിൽ എന്തോ വാരി എടുക്കുന്ന കണ്ട ചോപ്പറാണെങ്കിൽ അവളോട് പറയും, നമുക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല, അപകടമാണ്, എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി എല്ലാവരും ആ ഒരു ബോക്സിന്റെ അകത്തേക്ക് പോകും. സൺഗോഡനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്രകാരം എന്റെ കൺമുമ്പിൽ വെച്ച് ഇതൊക്കെ ചെയ്യുമെന്ന് ചോദിക്കും. ലൂഫി ആണെങ്കിൽ അകത്തേക്ക് ഓടി വന്ന്, വാവ്, ആ സൺഗോഡ് വലിയൊരു ജയന്റ് ആണല്ലേ എന്ന് ചോദിക്കും. അപ്പോഴായിരിക്കും അവരുടെ തൊട്ട് മുൻപിലേക്ക് വീണ്ടും ആ ഒരു വലിയ കണ്ടം പൂച്ച അതങ്ങനെ ചാടി വരിക. ഇത്തവണ അതാണെങ്കിൽ ലൂഫിയെ കാണേണ്ട താമസം ഭയന്ന് നിൽക്കുകയാണ്. ലൂഫി അവന്റെ കൈ അങ്ങനെ നീട്ടിക്കൊണ്ടുവന്ന് അതിന്റെ തലയ്ക്കൊരു ഇടി കൊടുക്കും. എന്നിട്ട് അതിന്റെ ദേഹത്തോടെ ചാടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ്. ചോപ്പർ ഒരു ആനിമൽ ആയതുകൊണ്ട് തന്നെ ആ ക്യാറ്റ് എന്താണ് പറയുന്നതെന്ന് അവന് മനസ്സിലാവും. നാമിയാണെങ്കിൽ കഷ്ടപ്പെട്ടെടുത്തത് അത് മറ്റൊന്നുമല്ല, ആ ബുക്ക് ഷെൽഫിൽ നിന്ന് ഒരു മാപ്പാണ്. അത് വെച്ച് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴി കണ്ടെത്താനാണ് അവളത് കയ്യിൽ കരുതിയത്. അടുത്ത നിമിഷം ആ ജയന്റ് ആണെങ്കിൽ അവിടേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ഈ സ്ഥലം തകർത്ത് കളയും, എന്റെ അസിസ്റ്റന്റിനെ നിങ്ങൾ ഇല്ലാതാക്കും. അത്തുകേട്ട് ഉസോപ്പ് നിലവിളിക്കും, നമുക്കിനി രക്ഷപ്പെടാൻ സ്ഥലമില്ല, ഓപ്പോസിറ്റ് മുഴുവൻ മിറേഴ്സ് ആണ്. പക്ഷെ ഇപ്പൊ വേറെ വഴിയില്ല, ഓപ്പോസിറ്റുള്ള ആ ഒരു കണ്ണാടി തകർത്ത് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാന്ന് പറഞ്ഞ് അവർ ഓടും. ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി ഓടുമ്പോൾ ഇവിടെ ആ ഒരു സൺഗോഡിന്റെ നടക്കുന്ന ശബ്ദം അത് കേട്ട് അവിടെയുള്ളവര് ഷോക്ക് ആവുകയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും കോപത്തിൽ അവിടേക്ക് വരുന്നത്.
എന്തൊക്കെ സംഭവിച്ചാലും ശരി, നിങ്ങളുടെ മരണം അതെന്റെ കൈകൊണ്ടാണെന്ന് സൺ ഗോഡ് നമ്മുടെ ആൾക്കാരെ നോക്കി പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.